ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്ത രുചിയിൽ നല്ലൊരു കാട ഫ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 1000 കോഴിക്ക് അര കാട എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അത്രയ്ക്ക് ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു ഐറ്റമാണ് കാടയും അതിൻ്റെ മുട്ടയും. അപ്പോൾ ഇന്ന് നമ്മൾ കാട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കാട ഫ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയണ്ട, ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ സൈസിലുള്ള 4 കാടയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും പെരിഞ്ചീരകവും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കുക. അപ്പോൾ എല്ലായിടത്തേക്കും മസാല നന്നായിട്ട് തന്നെ പുരട്ടിയെടുക്കണം. നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറുനാരകത്തിൻ്റെ ഇല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന 2 കൂടി ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം പാനിലെ എണ്ണ മാറ്റിയിട്ട് വീണ്ടും 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചെടുത്തതും പിന്നെ 2-3 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ചതച്ച മുളകില്ലേ, അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ചതുകൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കാട ഫ്രൈ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി കാട വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.